ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഗേൾസ് അല്ലെങ്കിൽ ബോയ്സ് ആർക്കായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്കിന്ന് ഏത് ടൈപ്പാണ് എന്ന് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്വയമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടെസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റാണ്. ആ ഒരു ടെസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം എങ്ങനെ ചെയ്ത് നമ്മുടെ സ്കിൻ കോമ്പിനേഷൻ ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പലർക്കും ഒരു കൺസേൺ ആണ്. നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് ഫേസിൽ യൂസ് ചെയ്യുന്നു, പക്ഷെ ആ ഒരു പ്രോഡക്റ്റ് ഒന്നും നമ്മുടെ ഫേസിലേക്ക് എടുക്കുന്നില്ല. മീൻസ് നമ്മുടെ സ്കിന്നിലേക്ക് അത് എടുക്കുന്നില്ല. നമ്മുടെ സ്കിന്നായിക്കോട്ടെ, ഹാൻഡ്, കാല്, നമ്മൾ എവിടെ യൂസ് ചെയ്തിട്ട് നമുക്കത് എടുക്കുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് നമ്മൾ ഏതാണ് എന്ന് അറിയാത്തത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം. നമുക്ക് 5 ടൈപ്പ് ഓഫ് സ്കിൻ ഉണ്ട്. നോർമൽ ഉണ്ട്, കോമ്പിനേഷൻ ഉണ്ട്, ഡ്രൈ ഉണ്ട്, ഓയിലി ഉണ്ട്, സെൻസിറ്റീവ് ഉണ്ട്. ഇങ്ങനെ ഒരു 5 ടൈപ്പ് ഓഫ് സ്കിന്നാണ് നമുക്കുള്ളത്. ഈ ഒരു 5 ടൈപ്പിനും 5 രീതിയിലുള്ള കെയർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ ഓയിലിക്ക് കൊടുക്കുന്നത് ഡ്രൈന് കൊടുക്കാൻ പറ്റില്ല, ആ ഡ്രൈന് കൊടുക്കുന്നത് സെൻസിറ്റീവിന് കൊടുക്കാൻ പറ്റില്ല. അപ്പം അഞ്ചും ഡിഫറെന്റ് സ്കിൻ ടൈപ്പാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു സ്കിൻ ടൈപ്പിന്റെ രീതിയിൽ തന്നെ അത് കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അതാണ് ആദ്യം നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇനി എൻ്റെ കയ്യിൽ ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഒരു 5 ക്വസ്റ്റ്യൻ്റെയും ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്കിൻ ടൈപ്പാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് അർത്ഥം. അതല്ല, നിങ്ങൾക്ക് ഈ 5 ക്വസ്റ്റ്യൻ്റെയും ആൻസർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ടെസ്റ്റുകൾ പറഞ്ഞുതരാം. ആ ഒരു ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നിങ്ങൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, കാര്യം നമ്മളിപ്പോൾ വേറെ പുറത്ത് നമ്മളിപ്പോൾ ഷോപ്പിൽ പോകുമ്പോൾ നമ്മളെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് അവർ മേക്കപ്പ് പ്രോഡക്റ്റ് നമുക്ക് തരും. ഓക്കെ, അവരൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ തരും, നമുക്ക് വാങ്ങാൻ വേണ്ടി തരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എങ്ങനെയാണെന്നുള്ളത് മാത്രം. അതെന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് സ്കിന്ന് അനുസരിച്ച് നമുക്ക് മേക്കപ്പ് പ്രോഡക്ട്സ് നമുക്ക് വാങ്ങിക്കാനും യൂസ് ചെയ്യാനും നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ ഒരു 5 ക്വസ്റ്റ്യൻ എന്ന് നോക്കിയാലോ. നിങ്ങൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കിന്ന് ടൈറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ ഒരു ഫേസ് വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് 1 അവർ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫേസ് ഷൈനിങ് ഉണ്ടോ എന്ന് നോക്കാം. ഈ നെറ്റി, നോസ്, ചിന്ന് ഈ ഏരിയാസിലൊക്കെ ഓയിലി ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വിന്റർ സീസണിൽ ഡ്രൈ ആകുന്നുണ്ടോ എന്ന് നോക്കാം. ന്യൂ പ്രോഡക്റ്റ്, പുതിയ പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ചിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കാം. ഈ ഒരു 5 കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നിങ്ങൾക്ക് അറിയാം. അതല്ല, നിങ്ങൾക്ക് ഈ ഒരു 5 ക്വസ്റ്റ്യനും ആൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫേസ് വാഷ് ടെസ്റ്റാണ്. ആദ്യം രാവിലെ എഴുന്നേൽക്കുക, ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് കഴുകി കഴിഞ്ഞതിന് ശേഷം ഒരു 30 to 40 മിനിറ്റ് ഒന്ന് അങ്ങനെ വെച്ചേക്കാം. എന്നുവെച്ചാൽ ഫേസ് ഒക്കെ ഒന്ന് തുടച്ചതിന് ശേഷം 30 to 40 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മിററിൽ ചെന്ന് നിന്നിട്ട് ഒബ്സർവ് ചെയ്യാം. ഇനി ആ ഒരു ഒബ്സർവേഷൻ ഞാൻ പറയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു ടൈറ്റ് ഫീൽ ആണ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഡ്രൈ സ്കിൻ ആണ്. ഓക്കെ, വേറെ കുഴപ്പമില്ല, കംഫർട്ടബിൾ ആണ്, ഫേസ് പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു നോർമൽ സ്കിൻ ആണ്. ഒരു ഷൈനിങ് ഉണ്ടെങ്കിൽ അതൊരു ഓയിലി സ്കിൻ ആണ്. ടീ സോൺ ആണെന്നുണ്ടെങ്കിൽ, ടീ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇവിടെ ഈ ഏരിയാസിൽ നിങ്ങൾക്ക് ഓയിലി ഒന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് കോമ്പിനേഷൻ സ്കിൻ ആണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടെസ്റ്റ് ഉണ്ട്, അത് നോക്കിയാലോ. ടിഷ്യൂ പേപ്പർ ടെസ്റ്റ് ആണ്. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക, എന്നിട്ട് ഫേസിനകത്ത് നന്നിട്ട് ഒപ്പി കൊടുക്കുക. ഓക്കെ, ഓയിലി മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓയിലി സ്കിൻ ആണ്. ഓയിലി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആണ്. പിന്നെ ടീ സോണിൽ വരുന്നുണ്ടെങ്കിൽ അത് കോമ്പിനേഷൻ സ്കിൻ ആണ്. ഇതാണ് ടിഷ്യൂ പേപ്പർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടെസ്റ്റ് ഉണ്ട്, മിറർ ടെസ്റ്റ് ആണ്. രാവിലെ നമ്മൾ മോർണിംഗിൽ ഫേസ് ചെന്നിട്ട് കണ്ണാടി നോക്കുമ്പം പോർസ് എല്ലാം ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഓയിലി സ്കിൻ ആണ്.
പിന്നെ ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫേസൊക്കെ ഒന്ന് റഫായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രൈ സ്കിന്നാണ്. റെഡ്നെസ് പോലെ കാണുന്നുണ്ടെങ്കിൽ അതൊരു സെൻസിറ്റീവ് സ്കിന്നാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ നോർമൽ ആണെന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് ആണ്, ഇഷ്യൂസ് വളരെ കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിമ്പിൾസ് വരാം, പിമ്പിൾസ് വരാതിരിക്കാം, അങ്ങനെയുള്ളൊരു രീതിയാണ് നോർമൽ സ്കിൻ എന്ന് പറയുന്നത്. ഇഷ്യൂസ് പക്ഷെ ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, ഡ്രൈ ആണെങ്കിൽ എപ്പോഴും ടൈറ്റ് ആയിട്ട് ഡള്ളായിട്ട് ഫ്ലേക്കി ആയിട്ടൊക്കെ ഇരിക്കും. ഓയിലി ആണെങ്കിൽ ഷൈൻ ഉണ്ടാവും, പിമ്പിൾസ് ഉണ്ടാവും. കോമ്പിനേഷൻ ആണെങ്കിൽ ഈ ടീ സോൺ മാത്രം എന്തായിരിക്കും, ഓയിലി ആയിരിക്കും, ബാക്കി ഈ ചീക്ക് ഏരിയാസിലൊക്കെ ഡ്രൈ ആയിരിക്കും. ഓക്കെ, സെൻസിറ്റീവ് ആണെങ്കിൽ ഈസി റിയാക്ഷൻ ആണ്. ഇനി നമ്മൾ ഈ സ്കിൻ വെച്ചിട്ട് കുറച്ച് മിക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓയിലി സ്കിൻ ആണെങ്കിൽ പിമ്പിൾസ് വരുള്ളൂ എന്ന് പറയും. അങ്ങനെയല്ല, നമ്മളെ സ്കിന്നിൽ ഓയിലി അങ്ങനെയൊന്നും ഇല്ല. എല്ലാ സ്കിന്നിലും പിമ്പിൾസ് വരാം. ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ ആ സ്കിന്നിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ എന്ത് വരാം, പിമ്പിൾസ് വരാം. ഓയിലി സ്കിന്നിന് മോയ്സ്ചറൈസർ വേണ്ടെന്ന് പറയുന്നുണ്ട്. അല്ല, ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ള ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസർ കണ്ടുപിടിച്ച് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ലെമൺ നാച്ചുറൽ ആണ്, എല്ലാവർക്കും സ്യൂട്ട് ആകുമെന്ന് പറയുന്നുണ്ട്. അല്ല, ലെമൺ യൂസ് ചെയ്യുന്നത് സൂക്ഷിക്കുക. ഡ്രൈ സ്കിന്നുകാർ കൂടുതലും ലെമൺ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേറൊരു പാക്കിൻ്റെ കൂടെ യൂസ് ചെയ്യുക. സെൻസിറ്റീവ് സ്കിന്നുകാർ ലെമണൊക്കെ യൂസ് ചെയ്യുമ്പോൾ, സെൻസിറ്റീവ് എന്ത് യൂസ് ചെയ്താലും പാച്ച് ടെസ്റ്റ് ചെയ്യാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് എപ്പോഴും ഒരുപോലെ ഇരിക്കണം എന്ന് വിചാരിക്കരുത്. ഓരോ സീസൺ അനുസരിച്ച് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ സ്കിൻ ടോണ് ചേഞ്ച് ചെയ്തുകൊണ്ടേ, സ്കിൻ ടോണല്ല സ്കിൻ ടൈപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ലൈഫ് ടൈം ഒരേ സ്കിന്നാണ് എന്ന് വിചാരിക്കരുത്. പിന്നെ നമ്മൾ ചെയ്യുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്ക് ഉണ്ട്. നമ്മുടെ ഫ്രണ്ടിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങി യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്യരുത്. അവർ യൂസ് ചെയ്യുന്ന അവർ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റാണ്. ആ സ്കിന്നിന്റെ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും. സ്കിൻ ടൈപ്പ് അറിയാതെ നമ്മൾ സ്കിൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക, സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യുക, ഈ കാര്യങ്ങളൊന്നും നമ്മുടെ സ്കിന്നിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമ്മർ ടൈമിൽ നമുക്ക് ഓയിലി ആയിരിക്കും, വിന്റർ ടൈമിൽ ഡ്രൈ ആയിരിക്കും. ഇത് മിക്കുള്ളവരുടെ സ്കിന്നും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അത് കണ്ടിട്ട് എൻ്റെ സ്കിന്നിനെ ഈ ഒരു ടൈപ്പ് ഓഫ് സ്കിന്നാണ് എന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് നമ്മുടെ സ്കിന്നിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. ഡ്രൈ ആണെങ്കിൽ വിന്റർ ടൈമിൽ എക്സ്ട്രീംലി ഡ്രൈ ആവും, ഓയിലി ആണെങ്കിൽ സമ്മർ ടൈമിൽ എക്സ്ട്രീംലി ഓയിലാവും. ഇതാണ് സംഭവം അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സ്കിന്നിനെ നന്നായിട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ, ഒരു പ്രാവശ്യം ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടില്ല എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുക. വിന്റർ ടൈമിന് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ സമ്മർ ടൈമിൽ ചെയ്യുക. അങ്ങനെ നിങ്ങളൊന്ന് മാറ്റിയെടുത്ത് നിങ്ങളുടെ സ്കിന്നിനെ പയ്യെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഒബ്സർവ് ചെയ്ത് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, പയ്യെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. എന്നിട്ട് നല്ല രീതിയിൽ സ്കിന്നിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അത് കേട്ടതിന് ശേഷം കെയർ ചെയ്യുക. പിന്നെ എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഞാൻ ഒരു സംഭവം കാണിച്ചു, മീൻസ് ഞാനൊരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് കാണിച്ചു. അത് എൻ്റെ സ്കിന്നിന് എനിക്ക് സ്യൂട്ട് ആവുന്നത് മോയ്സ്ചറൈസർ ആയിരിക്കും ഞാൻ കാണിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, ഇത് യൂസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അതേ സ്കിൻ ടൈപ്പിലുള്ളവർ യൂസ് ചെയ്യൂ, അവർക്ക് അത് ഓക്കെ ആവും എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അല്ലാതെ എല്ലാവരും ആ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് എല്ലാവർക്കും അത് ഓക്കെ ആവണം, ഓക്കെ ആവാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ സ്കിൻ അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ, അതിപ്പോൾ ഏത് പ്രോഡക്റ്റ് ആര് കാണിച്ചാലും ഇത് തന്നെയാണ് കാര്യം. നമ്മളൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നു. ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം, എടുക്കാതിരിക്കാം. ചിലവർക്ക് ചില സംഭവങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് വരും എന്ന് പറയുന്നുണ്ട്. ചിലവർക്ക് അത് യൂസ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, അത് അവരുടെ സ്കിന്നിൽ നന്നായിട്ട് എഫക്റ്റീവ് ആകുന്നുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അതിൻ്റെ അർത്ഥം രണ്ടുപേരുടെയും സ്കിൻ ടൈപ്പ് രണ്ട് രീതിയിലായതുകൊണ്ടാണ് അങ്ങനെ. എൻ്റെത് ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. എൻ്റെത് ഡ്രൈ ആണ്, അതുപോലെ തന്നെ ഓയിലിയുമാണ്. ഈ പറയുന്ന ടീ സോൺ ആണ് എൻ്റെത് വരുന്നത്. അതുകൊണ്ട് എൻ്റെത് സെൻസിറ്റീവ് ഒന്നും അല്ല എൻ്റെ സ്കിന്ന്. എന്നാൽ ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ കോമ്പിനേഷൻ ആണ്. ചില സമയങ്ങളിൽ ഇഷ്യൂസ് വരാറുണ്ട്, ചില സമയങ്ങളിൽ എനിക്ക് ഇഷ്യൂസ് വരാറില്ല. ഒരു സ്കിൻ ടൈപ്പാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ആയാലും എന്ത് ക്രീം ആയാലും ഫേസിൽ യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ ഈ ഇൻഫർമേഷൻ തരുന്നവർ അവരിത് പറഞ്ഞിട്ട് ഞാനിത് യൂസ് ചെയ്ത് ഞാനിത് എൻ്റെ ഫേസ് ഇങ്ങനെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തത് നമ്മളാണ്.
ഓക്കെ. അതപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം, നമ്മുടെ സ്കിൻ ടൈപ്പ് ഇതാണ്, ഈ ഒരു സ്കിൻ ടൈപ്പിൽ ഈ ഒരു സംഭവം ഓക്കെ ആണോ ഓക്കെ അല്ലേ എന്ന് മനസ്സിലാക്കണം. ചിലതിൽ അതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടാവും ഓയിലി സ്കിന്നുകാർക്ക്, അല്ലാത്തവർക്ക് കോമ്പിനേഷൻ സ്കിന്നിന് എഴുതിയിട്ടുണ്ടാവും. എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് മാത്രം ആ ഒരു ആ ഒരു ക്രീം നമ്മൾ ഫേസിൽ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളെ സ്കിന്ന് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടുക. ഇത് രണ്ടും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ലാത്തൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. ഈ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങളായതുകൊണ്ട് ഇത് നന്നായിട്ട് നോക്കി വേണം ഇത് വാങ്ങാൻ വേണ്ടിയിട്ട്. കാര്യം കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു പിമ്പിൾസ് കൊണ്ട് നിറഞ്ഞ ഒരു സ്കിന്നാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം ഓരോ പ്രോഡക്റ്റും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരുന്നത് ഹോർമോൺസ് ചേഞ്ച് വരാം, പിന്നെ ഒരു ടീനേജ് ഏജ് ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരുന്നത് കോമൺ ആണ്. പിന്നെ പീരീഡ്സ് ടൈം ഏകദേശമൊക്കെ അടുക്കാറാകുമ്പോൾ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരുന്നതൊക്കെ കോമൺ ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അതും ഇതുമായിട്ട് ഒരിക്കലും കൂട്ടി യോജിപ്പിക്കരുത്. അത് വേറെ ഇത് വേറെ ഉള്ളൊരു ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നിങ്ങളായിട്ടൊന്ന് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി, അതുപോലെ തന്നെ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.